പാലക്കാട് ആലത്തൂരിൽ അറ്റകുറ്റപ്പണിക്കിടെ ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നു. സൗദി ജംഗ്ഷന് സമീപമാണ് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നത്. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. ആലത്തൂർ സൗദി ജംഗ്ഷന് സമീപം ദേശീയപാതയിൽ ദിവസങ്ങളായി അറ്റകുറ്റപ്പണി നടക്കുന്നുണ്ട്. കൽവേർട്ട് നിർമ്മാണമാണ് പ്രധാനമായും നടക്കുന്നത്. അതിനിടയിലാണ് ശനിയാഴ്ച പുലർച്ചെ പാത ഇടിഞ്ഞു താഴ്ന്നത്. പാതയിലെ മണ്ണ് താഴോട്ടുപോയി ഗർത്തം രൂപപ്പെട്ടിരിക്കുകയാണ്. അറ്റകുറ്റപ്പണിക്കായി ഇതുവഴിയുള്ള ഗതാഗതം ഒരു വരിയായി ക്രമീകരിച്ചതിനാൽ പാത ഇടിഞ്ഞു താഴുന്നത് ഗതാഗതത്തെ ബാധിച്ചിട്ടില്ല. കഴിഞ്ഞ രാത്രിയിൽ പാലക്കാട് ജില്ലയിലുടനീളം കനത്ത മഴയാണ് ലഭിച്ചത്. ഈ മഴയിലാണ് ദേശീയപാതയിൽ തകർച്ചയുണ്ടായിട്ടുള്ളത് എന്നാണ് നിഗമനം. കൽവർട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം റോഡ് ഇടിഞ്ഞത് പരിഹരിച്ച് ഗതാഗതത്തിനായി തുറന്നു നൽകുമെന്നാണ് ദേശീയപാത അതോറിറ്റി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന പ്രദേശം കെ രാധാകൃഷ്ണൻ MP സന്ദർശിച്ചു. സാധാരണക്കാരിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള വ്യഗ്രത റോഡ് പണിയിൽ കരാറുകാർ കാണിക്കുന്നില്ലെന്ന് MP കുറ്റപ്പെടുത്തി. കാര്യങ്ങൾ തിരക്കി ചെല്ലുമ്പോൾ വ്യക്തമായ മറുപടി ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വാളയാർ മുതൽ വടക്കഞ്ചേരി വരെയുള്ള ഭാഗങ്ങളിൽ അപകട മേഖലകൾ പരിശോധിച്ച തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് MP ഉറപ്പു നൽകി. എവിടേക്കാണ് ഡിഫക്റ്റ് ഉള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഡിഫക്റ്റ് എല്ലാം തന്നെ പരിഹരിക്കാൻ വേണ്ടിയുള്ള അടിയന്തര നടപടി സ്വീകരിക്കാൻ അന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഒരു അടിയന്തര നടപടി സ്വീകരിച്ചതായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഇതിവിടെ മാത്രമല്ല, ചിലപ്പോൾ വടക്കഞ്ചേരി ടോളിൻ്റെ പരിസരത്ത് ഇതേപോലെയുള്ള സംഭവം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കണ്ടെത്തി അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് ഈ NHAയുടെയും അതുപോലെ ഈ കമ്പനിയുടെയും ഭാഗത്ത്. അത് വേണ്ടത്ര ആകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഉണ്ടായ കുഴപ്പങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുക. ഭാവിയിൽ എവിടേക്കാണ് പ്രശ്നങ്ങളുള്ളതെങ്കിലും വീണ്ടും പരിശോധന നടത്തുക. അപകടം വരുമ്പം മാത്രം പരിശോധിച്ചാൽ പോരാ, അതിന് മുന്നേ തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് ഉണ്ടാകണം. പക്ഷേ ടോൾ പിരിക്കാൻ കാണിക്കുന്ന ഒരു താല്പര്യം റോഡുകളിലെ നിർമ്മാണത്തിലോ അതിൻ്റെ ഫിനിഷിങ്ങിലോ ഒരു കാണിക്കുന്നില്ല എന്നുള്ള പരാതി ഞങ്ങളോട് ഉന്നയിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത് പരിശോധിക്കാമെന്ന് പറഞ്ഞത്. അത് വേണ്ടത്ര ഒരു പരിശോധന ആയിട്ടുണ്ടോ എന്നുള്ളത് വീണ്ടും പരിശോധിക്കേണ്ടി. PP സുമോദ്, ഏരിയ സെക്രട്ടറി ഭവദാസ് എന്നിവർ MPക്കൊപ്പമുണ്ടായിരുന്നു. വാനൂർ ഭാഗത്ത് വെള്ളം കുത്തിയൊലിച്ചതിനെ തുടർന്ന് ഇടിഞ്ഞു തുടങ്ങിയ റോഡും MP സന്ദർശിച്ചു. UTV ന്യൂസ്, പാലക്കാട്.